അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുറെ ഡാറ്റ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നതിനപ്പുറത്തേക്ക് ചില ഒരു ഇന്ററാക്റ്റീവ് ആയ ചില ഡിസ്കഷൻ, അതുപോലെ ഈ മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമതായി നമ്മുടെ ഒരു പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പർപ്പസ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം കൊണ്ട് ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോ നമുക്കറിയാം, ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം മനുഷ്യന്റെ എന്താ പറയാ എവല്യൂഷനോടൊപ്പം അത്രത്തോളം മനുഷ്യന്റെ നാഗരികതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. വളരെ പഴക്കം ചെന്ന, അല്ലെങ്കിൽ ഇപ്പം കാണുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സിസ്റ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് പലതരം മാനങ്ങളുള്ള, ഒരു പക്ഷേ റിലീജിയസ് ആയിരിക്കാം, ബിലീഫ് സിസ്റ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റിലൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുണ്ട് നിലനിൽക്കെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, പിന്നെ പലതരം മാനങ്ങളുള്ള ആൻസറുകളുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തുടരുകയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പിന്നെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്താൽ, നിങ്ങളൊരു കാഴ്ചപ്പാട് എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ആൻസർ കൊടുക്കാൻ പറ്റുക? ഒന്ന് അൺമ്യൂട്ട് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ആൻസർ ചെയ്യോ? ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാന്നുള്ള നിലക്കാണ്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അയാളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽ, ക്യാരക്ടർ ഫോർമേഷൻ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്കിൽസ്, അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. വേറൊരു എന്തെങ്കിലും ഒരു ആസ്പെക്റ്റില് വേറെ എന്തെങ്കിലും ഒരു അഭിപ്രായം? ഞാൻ പറയാൻ കാരണം, ഇപ്പോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് മാറും. ഇപ്പൊ ഒരു സ്റ്റുഡന്റിനോട്, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് പഠിക്കുന്നത്, പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ SSLC-യിൽ ഫുൾ A+, അല്ലെങ്കിൽ പിന്നെ നല്ല മാർക്ക് വാങ്ങിക്കാൻ എന്ന് പറയും. ഒരു +1-ലുള്ള ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ പറയാണ്, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം. ഇപ്പൊ ഡോക്ടറായി എഞ്ചിനീയർ ആയിട്ട് എന്താണ് ശരിക്ക് പിന്നെ നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ പല കുട്ടികൾക്കും ആൻസർ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകളെങ്കിലും നന്നായി പൈസ കിട്ടും, നല്ല രീതിയിലുള്ള ഒരു ജീവിതം സാധ്യമാകുന്നൊക്കെ ഉള്ള ഒരു ആൻസറിലേക്കൊക്കെ ചിലപ്പോൾ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് പിന്നെ പല ആളുകൾക്കും പല ആൻസറുകൾ ഉണ്ടാവും. പല ആളുകളും എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി എഡ്യൂക്കേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറെ അറിവ് നേടുക എന്നുള്ളതല്ല, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുവാനുള്ള കരുത്താർജിക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ആളുകൾക്കും പലതരം മീനിങ് ഉണ്ട്. ഏതായാലും നമുക്ക് ഒരു പിന്നെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഏതായാലും ഒരു നല്ല ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്, അല്ല ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്, അല്ല ഒരു മീനിങ് ഫുൾ ലൈഫിന് അങ്ങനെ നമുക്ക് എടുക്കാം. ഞാൻ പറയുന്നത് അത്തരത്തിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ആളുകൾക്കും പലതരം ആൻസേഴ്സ് ഉണ്ട്. ഏതായാലും ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി ആണ് നമ്മളൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു നാഷണൽ കോണ്ടെക്സ്റ്റ്, സ്റ്റേറ്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പുരോഗതിയുള്ള ഒരു രാഷ്ട്രം, ഒരു ഡെവലപ്മെന്റ് കൺട്രി എന്നുള്ള രീതിയിൽ പുരോഗതിയുള്ള ഒരു രാഷ്ട്രം സാധ്യമാവാൻ മെച്ചപ്പെട്ട പിന്നെ ഈ പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ദിശാബോധ, ഒരു വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. രാജ്യത്തെ ജനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ അത് രാജ്യത്തിന് ഗുണകരമാവൂ എന്നുള്ള ഒരു ആസ്പെക്റ്റിലൊക്കെ എഡ്യൂക്കേഷൻ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തും നമുക്കറിയാം പിന്നെ വലിയൊരു തുക മാറ്റിവെക്കുന്ന ഒരു സെക്ടറാണ് എഡ്യൂക്കേഷൻ. അപ്പോ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പലതരം മാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പൊ ഒരു സിനാരിയോ അല്ല, നമുക്കറിയാം കുറെ കാലങ്ങളായി മനുഷ്യന്റെ എവല്യൂഷനോളം തന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഒരു ജേണി ഉണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ 2025-ൽ എത്തി നിൽക്കുമ്പോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ട് തുടങ്ങുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഈ ഒരു 21st സെഞ്ചുറി, അല്ലെങ്കിൽ 2025-ൽ എത്തി നിന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ശരിക്കും ഈ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ ഈ പറയുന്ന മെച്ചപ്പെട്ട ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാമെന്ന് കരുതുന്നത്.
നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം സോഷ്യൽ പ്രോബ്ലംസ്, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ സോഷ്യലായിട്ട്? അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? എന്നാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ. ആക്ച്വലി സോഷ്യൽ പ്രോബ്ലംസ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് കോപ്പ് ചെയ്യാണ്ടി നമുക്ക് പറ്റുന്നില്ല. കോപ്പ് മെക്കാനിസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നു. എബിലിറ്റി ടു അക്ലിമാറ്റൈസ് വിത്ത് ദ എൻവയോൺമെന്റ്. ഓക്കെ, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വേറെ നിലവിലുള്ള ഒരു സിനാരിയോ, ചില ആളുകൾ പത്രം വായിക്കുന്നത് നിർത്തുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ദിവസവും പത്രത്തിൽ ഈ പറയുന്ന നെഗറ്റീവ് ന്യൂസ്, പലതരം ഇഷ്യൂസുകൾ നമുക്കറിയാം. പിന്നെ ഇത് എന്റെ മാത്രം ഒരു ടോക്കായി പോകുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങളും കൂടി ഒന്ന് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും. അതായത് സ്വന്തം ഘാതകന്മാരെ ഗർഭം ചുമക്കേണ്ടി വരുന്ന അമ്മമാരുടെ വാർത്തകൾ, പിന്നെ ലാളിച്ച് കൊഞ്ചിച്ച് മുത്തം കൊടുത്ത് വളർത്തിയ പിതാക്കന്മാരെ മക്കൾ പിന്നെ ആക്രമിക്കുന്ന, തല്ലിക്കൊല്ലുന്ന വാർത്തകൾ, അതുമല്ലെങ്കിൽ ഒരു A+ കുറഞ്ഞതിന്റെ പേരിൽ സൂയിസൈഡ്. എന്റെ നാട്ടിലാണ് കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്. പാരന്റ്സ്, ടീച്ചേഴ്സ് ആണ് പ്രത്യേകിച്ച്. അപ്പം ഇത്തരത്തിലുള്ള പലതരം വാർത്തകൾ ദിനേന എന്നോളം, അത് പലതരം ഇഷ്യൂസ്, ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ പിന്നെ അഫെക്ഷൻ, അങ്ങനെ പിന്നെ അഡിക്ഷൻ, പലതരം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം മാം പറഞ്ഞതുപോലെ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷന്റെ പ്രസക്തി പഴയ പോലെയല്ല. എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, എല്ലാ ആളുകളും പിന്നെ അവയർഡ് ആണ്, എല്ലാ ആളുകൾക്കും ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇതിന്റെ ഗ്രാഫ് താഴാതെ തന്നെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോ ആ ഒരു എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്താണ് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം, ഒരു പ്രോബ്ലം സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയൊരു പ്രോബ്ലം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി. അതായത് ഇത്തരം എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോഴും, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല. നമുക്കറിയാം ചില പിന്നെ മിക്ക കേസുകളിലും ഇപ്പം ചൈൽഡ് അബ്യൂസ് പോലുള്ള കേസുകൾ ചിലതിലൊക്കെ ടീച്ചേഴ്സ് പ്രതികളാണ്. ഇപ്പൊ അവയവദാനം, അവയവ കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് അശ്ലാകുന്നുണ്ട്. അപ്പൊ ഇത്തരം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ള ആൾക്കാണ്. പലതരം ന്യൂസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള, ഡിഗ്രിയുള്ള, ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ പിന്നെ ഇതിലൊക്കെ പ്രതികളായിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാൻ മുന്നിലേക്ക് വെക്കാം, നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഈ ഒരു സിനാരിയോയിൽ, ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നമ്മളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം വിദ്യാഭ്യാസം ഇത്രയേറെ പുരോഗമിച്ചിട്ടും എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ പ്രോബ്ലം അങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. അപ്പൊ സ്കിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ്. ഇപ്പോ ഞാൻ ലൈഫ് സ്കില്ലിലേക്ക് വരുന്നതിന് മുന്നേ, സ്കിൽസ് നമുക്കറിയാം, നമുക്ക് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് സ്കിൽസ് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ കൂടുതൽ ടെർമിനോളജികളിലേക്ക് കടക്കുന്നില്ല. എന്താണ് ടാലന്റ്, എന്താണ് സ്കില്ല്, ഇൻട്രസ്റ്റ്, ഇത്തരം ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ സ്കിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരാൾക്കും ട്രെയിനിങ്ങിലൂടെ, പ്രാക്ടീസിങ്ങിലൂടെ ഒക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് നമുക്ക് സ്കില്ല് എന്ന് പറയാം. ഇപ്പൊ സോഫ്റ്റ് സ്കിൽ ഉണ്ട്, ഹാർഡ് സ്കിൽ ഉണ്ട്, പിന്നെ ഇപ്പോ പുതിയൊരു ടേമായിട്ട് ഇപ്പൊ ലൈഫ് സ്കില്ലും വന്നിട്ടുണ്ട്. അപ്പം സോഫ്റ്റ് സ്കില്ല് പൊതുവെ നമ്മൾ കേട്ട് പരിചയമുള്ള, പൊതുവെ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പൊതുവെ അറിയുന്നതാണ് സോഫ്റ്റ് സ്കിൽ എന്താണ് എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, നിലവിലുള്ള എഡ്യൂക്കേഷൻ അപ്പുറത്ത്, സിലബസിനപ്പുറത്ത് കുട്ടികൾ നിലവിലുള്ള മാർക്കറ്റ് റിക്വയർമെന്റിന് സ്യൂട്ട് അല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പലതരം പ്രൊജക്ടുകൾ ഗവൺമെന്റിന്റെ തന്നെ ഓൺ പ്രൊജക്ടുകളായി നടക്കുന്നുണ്ട്. ഇപ്പം മുന്നേക്കെ അസാപ്പിന്റെ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഗവൺമെന്റിന്റെ KDSKിന്റെ അണ്ടറിൽ, നോളജ് മിഷന്റെ ഒക്കെ അണ്ടറിൽ സോഫ്റ്റ് സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം സോഫ്റ്റ് സ്കില്ലുകളൊക്കെ കൊടുക്കുന്നത്. നമുക്കറിയാം, സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും, കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരിക്കും, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ കൊടുക്കുന്നുണ്ട്. ഹാർഡ് സ്കിൽസ് ഉണ്ട്, നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ സ്കില്ലുകൾ നമുക്ക് പരിചയമുള്ള ഒരു ടേമാണ്. പക്ഷെ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പൊതുവെ ഞാനടക്കം ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ലൈഫ് സ്കിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു എന്താ ലൈഫ് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു ടേമാണ് സ്കിൽസ്. അപ്പൊ ലൈഫ് സ്കിൽസ് എന്താണ്? പൊതുവെ സോഫ്റ്റ് സ്കില്ല് കേൾക്കുന്നുണ്ട്, ഹാർഡ് സ്കിൽസ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ലൈഫ് സ്കിൽസ് ആരെങ്കിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകളുണ്ടോ? സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും ഒന്ന് ചെറുതായി പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. എന്താണ് സോഫ്റ്റ് സ്കിൽ, എന്താണ് ഹാർഡ് സ്കിൽ എന്നുള്ളതാ? യെസ്. ഓക്കെ. സോഫ്റ്റ് സ്കില്ല് എന്ന് പറയുന്നത് നമ്മളൊരു ജോബ്, നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയണ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്കില്ല് എല്ലാവരിലും ഈ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സിലബസിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുന്നു, പാസ്സാകുന്നു, ഗ്രേഡ് കിട്ടുന്നു. അതിനപ്പുറത്ത് നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജോബ് എൻവിയോൺമെന്റിൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്. അപ്പൊ അതൊരു പ്രാക്ടീസിങ്ങിലൂടെ, ട്രെയിനിങ്ങിലൂടെ ഒരു എക്സ്ട്രാ ഒരു കുറച്ച് സമയം, ഇപ്പം ഞാനതാ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ ക്ലാസ് ആപ്പ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ പലതരം ഏജൻസികൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ കുട്ടികളെ ഒരു ട്രെയിനിങ് കൊടുക്കും, ഒരു പ്രാക്ടീസിങ് മൊഡ്യൂൾ, ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ള നിലക്ക് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് നോക്കി ഒരു ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അതൊരു വൈഡായിട്ട് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ അത്തരം ഒരു ഇന്റർവ്യൂ റെഡിനെസ് പ്രോഗ്രാമുകൾ വഴി ഒക്കെ അങ്ങനെ സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ട്. ഇപ്പൊ ഹാർഡ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഡിങ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു സ്കില്ല്, ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, അല്ലെങ്കിൽ വെൽഡിങ്, അല്ലെങ്കിൽ സ്മിത്തിങ്, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കില്ല് ഇതേപോലെ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതിന് ഹാർഡ് സ്കിൽ എന്നും പറയും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പോ അത് എന്റെ ഏരിയ അതല്ല, ഞാൻ ജസ്റ്റ് സ്കിൽസ് എന്താണ് എന്നുള്ളത് അറിയാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലൈഫ് സ്കില്ലിൽ വരുന്ന സമയത്ത്, ലൈഫ് സ്കില്ലുമായിട്ട് ആരെങ്കിലൊക്കെ ഇതിൽ ഇടപെടുന്ന ആളുകൾ ഉണ്ടോ? ലൈഫ് സ്കില്ല് എന്താണ്? നൈപുണികൾ 2-3 പറയാം. സെൽഫ് അവയർനെസ്, ഓക്കെ, എംപതി, ക്രിട്ടിക്കൽ Okay. തിങ്കിങ്, ക്രിയേറ്റീവ് Okay. തിങ്കിങ്, ഓക്കെ, ഇനി വേണോ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, 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 റെഡി. അഫ്സൽ Yeah. സാർ അല്ലേ? Yeah. ഓക്കെ, Thank താങ്ക് യു, you. താങ്ക് Very യു. nice. അപ്പോ നമ്മള് ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പോലെ കുറെ സ്കില്ലുകൾ തന്നെയാണത്. ആ സ്കില്ലുകള് ഈ പറയുന്ന ഒരു പ്രോബ്ലം, ഞാൻ പറഞ്ഞ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഈ പറയുന്ന നമ്മുടെ നിലവിലുള്ള സോഷ്യൽ പ്രോബ്ലംസിനെ അത് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഒന്ന് മ്യൂട്ട് ചെയ്യോ നിസാം? നിസാം യൂസഫ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഹലോ, നിസാം യൂസഫ്. അപ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ ഇത് നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാല്യൂ ബേസ്ഡ്, ഒരു മോറൽ, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ലൈഫ് സ്കിൽ എന്ന് പറയുന്ന ഒരു പുതിയ ശാഖ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇപ്പൊ ലൈഫ് സ്കില്ലിന് പറയാന്നുണ്ടെങ്കിൽ അതിനൊരു ചരിത്രമുണ്ട്. നമ്മളൊരു ഡെല്ലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും വരികയും അത്തരത്തിലൊരു സോഷ്യൽ പ്രോബ്ലംസിനെ ഒരു മോറൽ എഡ്യൂക്കേഷൻ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ട് അതിനെ ഒരു അപ്രോച്ച് ചെയ്യുക എന്നുള്ള നിലക്കാണ് ഒരു ഫ്രെയിം വർക്കായിട്ട് അത് രൂപപ്പെടുന്നത്. 1996-ലൊക്കെയാണ് WHO ഇത്തരത്തിലൊരു ലൈഫ് സ്കിൽ എന്ന് പറയുന്ന കുറച്ച് ഘടകങ്ങൾ ഒരു മനുഷ്യരുടെ, അതിനുള്ള ഡെഫിനിഷനിലേക്ക് വരാം, മനുഷ്യരുടെ സാധാരണ പ്രോബ്ലംസിനെ, ഇത്തരം പ്രോബ്ലംസിനെയും കൂടി അഡ്രസ്സ് ചെയ്യുന്ന ചില സ്കില്ലുകൾ മനുഷ്യന് അത്യന്താപേക്ഷികമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിലേക്ക്, കോൺസെപ്റ്റ് മുന്നേ തന്നെ ഉണ്ട്, അതിന്റെ ഒരു ഫ്രെയിം വർക്കിലേക്ക് വരുന്നത്. ഇപ്പൊ ഡെല്ലേഴ്സ് കമ്മീഷന്റെ റിപ്പോർട്ടിലൊക്കെ പ്രകാരം 4 pillars ഓഫ് എഡ്യൂക്കേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ലിവ് ടുഗദർ എന്നൊക്കെ പറയുന്ന, ഞാൻ അത്തരം ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ അത്തരം ഐഡിയകൾ മുന്നോട്ടേക്ക് വെക്കുന്നു.
എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ചർച്ചകൾ വരുന്നു. സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് WHO പോലെയുള്ള യുനിസെഫ് പോലെയുള്ള പലതരം ഏജൻസികൾ, പ്രൈവറ്റ് സെക്ടറിലൊക്കെയുള്ള പലതരം ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്രെയിം വർക്കിൽ ലൈഫ് സ്കില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ഒരു റെഫറൽ ആയിട്ട് എടുക്കുന്നത് WHO ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ ലൈഫ് സ്കില്ലിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ നമുക്ക് നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മൾ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു സ്കില്ലിനെ നമുക്ക് ലൈഫ് സ്കിൽ എന്ന് പറയാം. എനി സ്കിൽ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ യുവർ ലൈഫ് ക്യാൻ ബി കൺസിഡർ ആസ് ലൈഫ് സ്കിൽസ്. ഇപ്പോ WHO ആ ലൈഫ് സ്കില്ലിന്റെ ഒരു ഫ്രെയിം വർക്കിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു WHO കൊടുത്ത ഒരു ഡെഫിനിഷൻ ആണ് ഇതിലുള്ളത്. അതായത് ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക, ഒരു അബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, ചാലഞ്ചസ്, ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ, ഇതിനെയൊക്കെ മറികടക്കുവാനുള്ള, ഇതിനെയൊക്കെ എഫക്റ്റീവായി ഡീല് ചെയ്യുവാനുള്ള കരുത്ത് ആർജിക്കുന്നതിനെ, ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് പിന്നെ ലൈഫ് സ്കില്ല് എന്ന് പറയുന്നതാണ് WHO ഒരു പെർസ്പെക്റ്റീവിൽ അതിന് കൊടുത്ത ഡെഫിനിഷൻ. പലതരം ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള ഈ പറയുന്ന സൊസൈറ്റിയിലുള്ള നമ്മുടെ ഒരു പേഴ്സണലി നമുക്കുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ചാലഞ്ചുകൾ, ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന നിരന്തരമായ പിന്നെ സാഹചര്യങ്ങളിൽ നമുക്കതിനെ എഫക്റ്റീവായി ഡീല് ചെയ്യുവാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് പൊതുവെ ലൈഫ് സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ WHO ഈ ലൈഫ് സ്കിൽ ഫ്രെയിം വർക്കിൽ 10 ലൈഫ് സ്കില്ലാണ് നിലവിൽ അവർ പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുനിസെഫ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെയും ലൈഫ് സ്കിൽ ഫ്രെയിം വർക്കുകൾ ഉണ്ട്. അതിൽ ചിലപ്പോൾ ഏറിയും കുറഞ്ഞും ചില സ്കില്ലുകൾ നമുക്ക് മാറ്റങ്ങൾ കണ്ടേക്കാം. പക്ഷെ പൊതുവെ നമ്മൾ പിന്നെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മോഡൽ എന്നുള്ള നിലക്കാണ് WHO ലൈഫ് സ്കിൽസിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ 10 ലൈഫ് സ്കില്ലുകളാണ് വരുന്നത്. പിന്നെ സെൽഫ് അവയർനെസ്, എംപതി, ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 10 ലൈഫ് സ്കില്ലുകളെ പിന്നെ 10 സ്കില്ലുകളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിസൈൻ, ഒരു ഫ്രെയിം വർക്കാണ് ലൈഫ് സ്കില്ല് WHO ഒരു ഫ്രെയിം വർക്കിലുള്ളത്. അപ്പൊ ഇതിൽ തന്നെ അതിൽ 3 സെക്ടറായിട്ട് തിരിക്കുന്നുണ്ട്. സോഷ്യൽ സ്കില്ല്, തിങ്കിങ് സ്കില്ല്, കോപ്പിംഗ് സ്കില്ല് എന്നുണ്ട്. സോഷ്യൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെൽഫ് അവയർനെസ്, അതേപോലെ തന്നെ എംപതി, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ സോഷ്യൽ പിന്നെ സ്കില്ലാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ പിന്നെ തിങ്കിങ് സ്കില്ലുണ്ട്, അതുപോലെ തന്നെ കോപ്പിംഗ് സ്കില്ലുണ്ട്. ഇങ്ങനെ 3 സെക്ടറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഞാൻ അതിൽ ഇതിനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ കേട്ട വേർഡുകൾ തന്നെയായിരിക്കും ഇതല്ല. പൊതുവെ നമ്മളിപ്പോ സെൽഫ് അവയർനെസ് നിങ്ങളൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന വേർഡുകളായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ ഉണ്ടോ ഇത്തരം ടേമുകൾ? സെൽഫ് അവയർനെസ്, അതേപോലെ പ്രോബ്ലം സോൾവിങ്, പൊതുവെ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന സംഗതികൾ തന്നെയാണ് അല്ലെ? നിങ്ങളൊരു ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? എന്താണ് സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൊഡ്യൂൾ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇതില്? എങ്ങനെ ലൈഫ് അവയർനെസ്? ലൈഫ് അവയർനെസ് അല്ല, സെൽഫ് അവയർനെസ്. ഓക്കെ. സെൽഫ് അവയർനെസ് സ്വയം നമ്മളെ കഴിവുകൾ ആഴത്തിലറിയാനും നമ്മൾ എന്താണെന്ന് അറിയാനുള്ള, അതായത് കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയാനുള്ള, നമ്മളെ പേഴ്സണാലിറ്റി തിരിച്ചറിയാനുള്ള ഒരു ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എംപതി, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്? ഹലോ, പറഞ്ഞോ. ഈ പ്രോബ്ലം സോൾവിങ് എന്നുള്ളതിൽ നമ്മൾ കുട്ടികൾക്ക് ചെറിയ സെഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതായത് നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് അല്ല പ്രശ്നങ്ങൾ, അതായത് പ്രോബ്ലംസ് അല്ല മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തല്ല നമ്മൾ നോക്കേണ്ടത്. അതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ
ആ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് ആവാതെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് റിയൽ കോസ് ആണ്, എഫക്റ്റ് അല്ല പ്രധാനം, അതിന്റെ റിയൽ കോസ് ആണ് എന്നുള്ള ആൾക്കായിരിക്കും അല്ലെ? അത് തന്നെ. അതായത് ഇപ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ അതെ. പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആകെ രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും മാത്രം. നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് വെളിയിൽ ചാടിയിട്ട് നമ്മൾ സൊല്യൂഷൻസിനെ തിരക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു രണ്ട് പേരിൽ നിന്ന് സൊല്യൂഷൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എൻലാർജ് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ. അങ്ങനെ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒക്കെ ഇതുമായിട്ട് പൊതുവെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇപ്പൊ ഓരോ കോണ്ടെക്സ്റ്റ് ആണ് അവരിപ്പം പറഞ്ഞത്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെ കുട്ടികളെ ഒരു പിന്നെ പ്രോഗ്രാം അടുത്തൊരു എക്സ്പീരിയൻസ്, അതേപോലെ അവരൊരു ഐഡിയ ആണ്. അപ്പൊ ഇങ്ങനെ വേറെ ആർക്കെങ്കിലും ഒക്കെ ഇത് പൊതുവെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. എംപതി എന്നുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്. സെൽഫ് അവയർനെസ് പൊതുവെ ഏത് പിന്നെ ഇപ്പം ട്രെയിനിങ്ങിലും ആദ്യം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സെൽഫ് അവയർനെസ്. പ്രോബ്ലം സോൾവിങ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, പൊതുവെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഏറെക്കുറെ ഉള്ളത്. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൊന്ന് ആഡ് ഓൺ ചെയ്താൽ മതിയല്ലോ. ഒന്നും കൂടെ എമ്പതി ഡോക്ടർമാർ ആ ഫീൽഡിൽ പോകുന്നവർക്ക് ഒരു ആവശ്യമായ സ്കില്ലാണ് എന്ന നിലയിൽ നമ്മൾ പറയാറുണ്ട്. ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് മറ്റുള്ളവരെ ആയിട്ടുള്ള സെക്ടറിലേക്ക് പോകുമ്പോൾ അതെ, അവരെ അവരുടെ ഭാഗത്ത് നിന്ന് അവരെ കേൾക്കുക എന്ന സ്കില്ല്. ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ആ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതുകൊണ്ടാണ്. അത് അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹവും തമ്മിൽ പ്രോപ്പർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണ് സമൂഹത്തിലെ ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് മാത്രമല്ല, ഹലോ, പറഞ്ഞോളൂ. എന്താ പറയുക, ഞാൻ ഇപ്പൊ മനസ്സിലാക്കി, ഞാനിപ്പോ ആദ്യം പങ്കെടുക്കുകയാണ്. എനിക്ക് സാറിനെ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് സംസാരിച്ചുള്ളൂ. അത് കാരണം ഞാൻ അപ്രതീക്ഷിതമായത് നിങ്ങൾ അയച്ചതുകൊണ്ട് എടുക്കുകയാണ്. ഇപ്പൊ എന്നാൽ പണ്ടത്തെ ജീവിത രീതിയോ പണ്ടത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടുകുടുംബമായിരുന്നില്ല. ഇപ്പം വെറും കൂട്ടുകുടുംബമാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അത് തന്നെ ആ വ്യക്തിയാണ് മറ്റുള്ളവർക്ക് നൽകുന്ന ക്രിയേഷൻ ഉണ്ട്. എന്താ ഹൗ ടു ഗെറ്റ് ദി ക്രിയേഷനാണ് അവരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ദോഷം ആയിരിക്കാം എന്നുള്ളതായിരിക്കും. അതിനാണല്ലോ ഒരു WHO ആ ഇത് തന്നെ വരാൻ ചില കാരണങ്ങൾ. ഓക്കെ, അതൊരു വേറൊരു ആസ്പെക്റ്റ് ആണ്. ഏതായാലും നിങ്ങളൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പല ആളുകൾക്കും പലതാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അതെ, അപ്പോ സെൽഫ് അവയർനെസ് ആണെങ്കിലും പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, അപ്പോ ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും ഈ ലൈഫ് സ്കില്ലിൽ ഈ ഒരു ടെർമിനോളജികൾ വരുമ്പോൾ അതിന്റെ ഒരു മീനിങ്ങിൽ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക്, ഒരു സർക്കിളിലേക്ക് അത് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ അനുഭവങ്ങളിലാണ് സെൽഫ് അവയർനെസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതില് പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞ സെൽഫ് അവയർനെസ് നമുക്ക് എടുക്കാം. സെൽഫ് അവയർനെസ് എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പം കുട്ടികളെ നമ്മൾ സെൽഫ് അവയർനെസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം പൊതുവെ ഒരു കോൺഫിഡൻസ് ബിൽഡ് അല്ലെങ്കിൽ പിന്നെ ഏത് സ്കില്ല് പഠിപ്പിക്കുന്നതിന്റെയും മുന്നേ കുട്ടികൾ സെൽഫ് അവയർനെസ്, അതായത് നമ്മളെ സ്ട്രെങ്ത് എന്താണ്, നേരത്തെ ആദ്യം മാം പറഞ്ഞതുപോലെ ഒരാളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അതായത് സോട്ട് അനാലിസിസ് ആണ് പൊതുവെ പ്രിഫർ ചെയ്യുക. സോക്ക് അനാലിസിസ്, അതായത് സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ചാലഞ്ചസ് എന്താണ്. അതൊരു സ്റ്റുഡന്റ് ആസ്പെക്റ്റിൽ ഓക്കെ ആണത്. കാരണം സെൽഫ് അവയർനെസ് ഒരാളെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ ഞാൻ ആരുടെ ഹൂ ആം ഐ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ആരാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തരമായിക്കൊണ്ട് പൊതുവെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആസ്പെക്റ്റിൽ പൊതുവെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വർക്കാണ് എന്താണ് അവരുടെ സ്ട്രെങ്ത്, നമ്മളുടെ കഴിവ് എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്യുക, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നമ്മുടെ ചാലഞ്ചസ് എന്താണ്. പൊതുവെ ഒരു നോർമൽ ഐഡിയ എന്നുള്ളതിലേക്ക് നമുക്ക് വെക്കാം. അതേസമയം തന്നെ ഈ സെൽഫ് അവയർനെസ് ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മീനിങ്ങിൽ ചെറുതായിട്ട് മാറ്റം വരും. ഇതന്നെ സെയിം ടേംസ് തന്നെയാണ്, പക്ഷെ അതിലുള്ള മീനിങ് നമുക്കറിയാം. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്,
ചാലഞ്ചസ് ത്രെട്ടൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളത് പോലെ ആയിരിക്കില്ല. കുറെ തരം ജീവിത അനുഭവങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, കുറെ അറിവുകൾ, കുറെ ബോധ്യങ്ങൾ, കുറെ ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോ പല ആസ്പെക്റ്റിൽ നേരെ മറിച്ചൊരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റിലേക്കാണ് സെൽഫ് അവയർനെസ് പോവുക. അപ്പോ ലൈഫ് സ്കില്ലിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു വലിയൊരു അർത്ഥത്തിലുള്ള, അതായത് സ്വന്തത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു മാറ്റാണ്. പൊതുവെ ഈ വേർഡ്സ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും പിന്നെ അതിന്റെ ഒരു കുറച്ചുകൂടി ഇൻഡെപ്ത് ആയി കുറെ കൂടി മാനങ്ങളുള്ള ഒരു വലിയൊരു ഫ്രെയിംവർക്കിലേക്ക് സെൽഫ് അവയർനെസ് പോകും. നമുക്കറിയാം പലതരം തിയറീസ്, ഇപ്പൊ പേഴ്സണൽ ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് സൈക്കോളജിക്കലി ഒരുപാട് തിയറീസുകൾ ഉണ്ട്. ഫ്രോയിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോളൻഡിന്റെ സൂപ്പറിന്റെ ലൈഫ് സ്പാൻ തിയറി, അല്ലെങ്കിൽ ഫ്രാങ്ക് പേഴ്സന്റെ ട്രൈറ്റ് ഫാക്ടർ തിയറീസ്, ഒരുപാട് തിയറീസുകൾ ഉണ്ട്. ഇത്തരം സ്കോളേഴ്സ്, സയന്റിസ്റ്റുകളൊക്കെ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എല്ലാ ഡെവലപ്മെന്റിനെയും കരിയറിനെയും ഏതൊരു ആംഗിളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഒന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്, സെൽഫിനെ അറിയുക എന്ന് പറയുന്നത്. കാരണം നമ്മളെ അറിഞ്ഞാൽ മാത്രമേ, ഞാൻ അതിലൊരു ലെക്ചർ മോഡിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയുക എന്നുള്ള ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സെൽഫ് അവയർനെസ് എന്താണ് എന്നുള്ളത്, അതായത് നമ്മൾ ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ ഈ പറയുന്ന കരിയർ ഡെവലപ്പ് ആയിക്കോട്ടെ, പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഏതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനമായി ആദ്യം വെക്കുന്ന ഒരു ഘടകമാണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മദർ ഓഫ് ഓൾ സ്കിൽസ് എന്ന് പറയും. ഇപ്പോൾ നമ്മളെ ഈ ലൈഫ് സ്കിൽ തന്നെ 10 സ്കില്ലുകൾ പറയുന്നിടത്ത് മദർ ഓഫ് ഓൾ സ്കിൽസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്സിനെയാണ്. കാരണം എല്ലാ ഈ പറയുന്ന സ്കില്ലുകളുമായിട്ടും കണക്ട് ചെയ്യണമെങ്കിൽ നിൽക്കുന്ന, എല്ലാതുമായിട്ട് ഇടപെട്ട് കിടക്കുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളെ അറിയുക എന്നുള്ളതാണ്. നമ്മളെ അറിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇന്റർപേഴ്സണലിലെ മറ്റൊരാളെ അറിയാനും, അല്ലെങ്കിൽ മറ്റൊരാളോട് എമ്പത്തറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ, ഇമോഷൻ മാനേജ് ചെയ്യണമെങ്കിൽ, പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചിന്താരീതി, ഇതൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്കാണ്. ഞാൻ ആരാണ്, എന്താണ് എന്റെ പർപ്പസ്, എന്റെ കഴിവെന്താണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡന്റ് ആസ്പെക്ട് മാത്രമായിരിക്കില്ല ആ സമയത്ത്. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നുള്ളടുത്ത് വരും, നമ്മുടെ ബോധ്യങ്ങൾ വരും. ഞാൻ എന്തിനാണ്, എന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അത്തരത്തിലുള്ള ഒരു വിശാലമായ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അത് വരുന്നുള്ളതാണ്. ഇപ്പൊ പൊതുവെ നമ്മൾ എക്സാമ്പിൾ പറയലുണ്ട്. ഇപ്പം ഗാന്ധിജിയെ ഇപ്പം പല ആളും കോട്ട് ചെയ്യുന്നതാണ് ഗാന്ധിജിയുടെ 2ാം ജനനമായിക്കൊണ്ട് 1893 ഈ പറയുന്ന സെന്റ് പീറ്റേഴ്സ് മേരീസ് റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ്, ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഗാന്ധിജിയുടെ 2ാം ജനനം. പൊതുവെ കുറെ ആളൊക്കെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൊമെന്റിൽ, അന്ന് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന സമയത്ത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു തോട്ട് പ്രോസസ് ഉണ്ടാകുകയാണ്. അത്യാവശ്യം നല്ല ജോലിയുള്ള, സമ്പത്തുള്ള എനിക്ക് ഈ പറയുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്തത്, എന്റെ നിറവും ഈ പറയുന്ന നിറം കാരണം, കളർ കാരണം ഒരുപാട് ആളുകൾ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. അപ്പൊ എന്റെ ആ ഒരു ബോധ്യത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് ശരിക്കും യഥാർത്ഥത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയുന്നതോടൊപ്പം തന്നെ ഒരു 2ാം ജനനമായിരുന്നു ഗാന്ധിജിക്ക് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട്. പിന്നീടാണ് ഗാന്ധിജി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ചുള്ള വർക്കുകൾ എടുക്കുന്നതും, പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നതൊക്കെ ഉള്ള, ഞാൻ പറയുന്നത് അത്തരം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ്. ഇപ്പം അത്തരം ഒരു മാനങ്ങളിലേക്ക് സെൽഫ് അവയർനെസ് ചെല്ലുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ 1-2 ഉദാഹരണങ്ങളിലൂടെ പോവാന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ക്ലാസ് രസമായിക്കോട്ടെ എന്നുള്ളത്. ഇപ്പം മുഹമ്മദ് അലിയെ കുറിച്ച്, ബോക്സർ മുഹമ്മദ് അലി ഉണ്ട്. മുഹമ്മദ് അലി തന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, അവിടെ വളരെ ഈ വർണ്ണവിവേചനം അദ്ദേഹം മനസ്സിലാക്കുന്നത് 18ാമത്തെ വയസ്സിലാണ് ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. മുഹമ്മദ് അലി, കാഷ്യസ് ക്ലേ എന്നായിരുന്നു പേര്. 18ാമത്തെ വയസ്സിലാണ് റോമിൽ നടന്ന ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങുന്നത്. അപ്പൊ ഗോൾഡ് മെഡൽ വാങ്ങി തിരിച്ചു വന്ന് നമ്മൾ ബോക്സിങ്ങിലേക്ക് കടക്കുന്നത് തന്നെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കാരണമാണ് ഞാൻ പറയുന്നത്. അത്തരത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് കറുത്ത വർഗക്കാർക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കില്ല എന്ന ഒരു അനുഭവം, അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ്
മുഹമ്മദ് അലി ആത്മകഥയിൽ പറയുന്നത്, ഞാൻ എന്നെ കണ്ടെത്തുന്നത്, എന്റെ പർപ്പസ് എന്താണ് എന്നറിയുന്നത്, ഞാൻ എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത്, പിന്നീടാണ് ഞാൻ ബോക്സിങ്ങിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതും ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതും എന്റെ മനുഷ്യർ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് അഡ്രസ്സ് ചെയ്യുവാനുള്ള ആ ഒരു അനുഭവം ശരിക്ക് എന്നെ സെൽഫിനെ കണ്ടെത്തുവാൻ എനിക്ക് ഗുണകരമായി എന്ന് പറയുന്നുണ്ട്. മനസ്സിലാക്കണം, ഈ പറയുന്ന മുഹമ്മദ് അലി ബാല്യകാലത്ത് അമ്മയോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് മാലാകമാരുടെയും ദൈവത്തിന്റെയും നല്ലതിന്റെയും ഒക്കെ കളർ വെളുത്തതും, എല്ലാ മാലാകമാരെ കുറിച്ച് പറയുമ്പോഴും ദൈവത്തെ കുറിച്ച് പറയുമ്പോഴും നല്ലതിനെ കുറിച്ച് പറയുമ്പോഴും സമാധാനത്തെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ വെളുപ്പും, ദുരന്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ മോശം കാര്യത്തെക്കുറിച്ചും മറ്റൊക്കെ പറയുമ്പോൾ കറുപ്പ് കളറുമാകുന്നത് ഈ കറുത്തവരായ നമ്മൾ സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെ അമ്മയോട് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഓരോ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ചില തോട്ട് പ്രോസസ്സിൽ സെൽഫ് അവയർനെസ് വേറൊരു ആംഗിളിലാണ് അവിടെ ഇടപെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു മാനങ്ങളുള്ള ഒരു വലിയൊരു ക്യാൻവാസിൽ നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഒരു സ്റ്റുഡന്റ് ആസ്പെക്ട് ആയിരിക്കില്ല ഈ ലൈഫ് സ്കില്ലിലേക്ക് വരുമ്പോൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോ നമ്മളിപ്പോ സെൽഫ് അവയർനെസ് ആണ് ഒരു ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ വരുന്നതാണ് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇതിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒന്ന് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ആക്കായിരുന്നു. ഓക്കെ അല്ല, എല്ലാവർക്കും കണക്ട് ആകുന്നില്ലേ? അഫ്സർ സാറേ? ഓക്കെ. അപ്പൊ ഈ അബ്രഹാം മസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് പൊതുവെ ജസ്റ്റ് ഇത് പറയാതെ സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ ഈ ലൈഫ് സ്കില്ല് എടുക്കുന്നതിലൊരു ചെറിയൊരു കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതും കൂടി ഒന്ന് പറയാന്നുള്ള നിലക്കാണ്. ഇപ്പം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് പൊതുവെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതായത് മനുഷ്യരുടെ ഓരോ സ്റ്റേജിലും ഓരോ ചൈൽഡ് സ്റ്റേജ് ഉണ്ട്, പിന്നെ അതിനുശേഷം യങ് സ്റ്റേജ് ഉണ്ട്, അഡൽട്ട് സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ്. അപ്പോൾ പലതരം ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. അപ്പോൾ പലതരം ആവശ്യങ്ങളാണ്. അപ്പം ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള രീതിയിലാണ് അബ്രഹാം മാസ്ലോ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഒരു മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളം, വിശപ്പ്, ഭക്ഷണം, ഒരു ഷെൽട്ടർ, അതുപോലെ ഉറക്കം, അതേപോലെ റീപ്രൊഡക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഒരു മനുഷ്യനെ, ഞാൻ പറയുന്ന കുറച്ചും കൂടിയും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആസ്പെക്ട് ഇല്ല, കുറച്ചും കൂടി ഇൻഡെപ്ത് ആയി ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ ലൈഫ് സ്കില്ലിനെ പറയുമ്പോൾ സൈക്കോളജി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷികമായി നമുക്കറിയാം, ഒരു വിശക്കുന്ന ഒരാളോട് സൈക്കോളജിയോ തിയറിയോ കൊണ്ട് കാര്യമില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്നുള്ളതാണ് ബേസിക് നീഡ്. അവിടെ കുറെ സൗഹാർദ്ദം അല്ലെങ്കിൽ വലിയൊരു ലെക്ചർ എടുത്തിട്ടോ അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ വലിയ സാഹിത്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞിട്ടോ സയൻസ് പറഞ്ഞിട്ടോ കാര്യമില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയി ആ വിശപ്പ് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നല്ല മികച്ച ഭക്ഷണം കിട്ടുക, നന്നായി ഉറങ്ങാൻ കഴിയുക, നല്ലൊരു താമസം കിട്ടുക എന്നുള്ളതാണ്. അതേ സമയം തന്നെ അത് ഫുൾഫില്ല് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റേജിലേക്ക് ഒരു മനുഷ്യൻ പോവാണ്. സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള, ഒരു സുരക്ഷയെ കുറിച്ചിട്ടുള്ള, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയെ കുറിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള, സ്വത്തിനെ കുറിച്ചിട്ടുള്ള ഒക്കെ ചിന്തകളിലേക്ക് ഒരു മനുഷ്യന്റെ പലതരം പലതരം സാഹചര്യങ്ങളെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫുൾഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിന്റെ കുറച്ചുകൂടി ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരും. അതായത് ഒരു ഫ്രണ്ട് സർക്കിൾ, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഫാമിലി, അത്തരത്തിലുള്ള കണക്ഷൻസിലേക്ക് ഒരാൾ എത്തിപ്പെടുകയാണ്. ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റേജിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാനിത് പറയാൻ കാരണം, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ സെൽഫ് അവയർനെസിന്റെ കൂടെ ഇത് പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം
സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളും കൊടുക്കാറുണ്ട് സ്കൂളിൽ കുട്ടികളുടെ ക്ലാസ്സിന് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസ് ചാലഞ്ചസ് ഒക്കെ എഴുതി അവരോട് ഇന്ന മേഖലയിലേക്കാണ് അല്ലെ കരിയർ കണ്ടെത്താൻ അല്ലെങ്കിൽ അവരെ സ്ട്രെങ്ത് അറിയാനൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്കൊരു ലൈഫ് സ്കില്ലിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ അതിന് വേറൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതൊരു സ്റ്റാറ്റസ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബേസിക് നീഡ്സ് ഒക്കെ ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ലൊരു ജോലി അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ, ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പിന്നെ ഒരു സെൽഫിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, ഈ പറയുന്ന പർപ്പസ് വരും. അപ്പോൾ ഈ പറയുന്നത് എന്തിനാണ് എൻ്റെ ലൈഫ്, ഞാൻ ആരാണ്, എൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള ഒരു ചിന്തകളിലേക്ക് പോവാണ്, സ്റ്റാറ്റസിലേക്ക് പോവാണ്. അതിനുശേഷമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. ഈ പറയുന്ന ഡിസൈർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി, ഒരാൾക്കെത്തുന്ന ഒരു മാക്സിമം സ്റ്റേജ് ആയിട്ടാണ് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് പരിചയപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഇത് മാത്രം എന്നുള്ളതല്ല, പലതരം ആസ്പെക്റ്റിൽ ഇത് മാറും. അപ്പോൾ ഇത്തരത്തില് സെൽഫിനെ കണ്ടെത്തുന്ന ഒരു സ്റ്റേജ് ആയിട്ട് അബ്രഹാം മാസ്ലോ പറയുന്നത് 4ാമത്തെ സ്റ്റേജിലാണ് ഒരു മനുഷ്യൻ പർപ്പസിനെ കുറിച്ച് ആലോചിച്ച് ആ ഒരു മീനിങ് ഫുള്ളിലേക്ക് മരിക്കുന്നതിന് മുന്നേ ഒരു അടയാളപ്പെടുത്തൽ, ലൈഫിനെ ഒരു അടയാളപ്പെടുത്തലിലേക്ക് ഒരു മനുഷ്യൻ പിന്നെ അത്തരം രീതിയിലേക്കുള്ള ഒരു ചിന്തയെ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ പരിചയപ്പെടുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഞാൻ എല്ലാ സ്കില്ലുകളും പറയുന്നില്ല, ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലിൽ വരുന്ന 10 സ്കില്ല് പ്രധാനപ്പെട്ട ഒരു 3-4 സ്കില്ല് മാത്രമാണ് പരിചയം. അത്രയും സമയമുള്ളൂ, 9:45 അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്ലിയർ ആയില്ല. പറഞ്ഞു ആഡ് ചെയ്യട്ടെ. ഓക്കെ. അബ്രഹാം മാസ്ലോ എനിക്ക് ഡെവലപ്പ് ചെയ്യുന്നത് തുടക്ക കാലഘട്ടങ്ങളിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ തിയറി എല്ലാ ആളുകളിലും അപ്ലൈ ചെയ്യണമെന്നില്ല എന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ തിയറി നേരെ റിവേഴ്സ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷനിൽ ആരംഭിച്ച് അവസാനം ഫിസിയോളജിക്കൽ നീഡിലേക്ക് എത്തുന്ന തരത്തിലാണ് ക്രിയേറ്റീവ് ക്ലാസ്സിനുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഫിലിപ്പ് കോട്ട്ലറ്റ് മാർക്കറ്റിംഗ് 2.0 എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം എല്ലാ കുട്ടികളെയും എല്ലാ മനുഷ്യരെയും ഈ പറയുന്ന എബ്രഹാം മാസ്ലോവിന്റെ നീഡ് തിയറി അനുസരിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ട് തരത്തിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ഹ്യൂംസിന്റെ അഭിപ്രായമാണ് ആദ്യം ഇദ്ദേഹം പറയുന്നത്, അതായത് മനുഷ്യനൊരു അനിമലിനെ പോലെയാണ് എന്നുള്ള തിയറി. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇമാനുവൽ കാന്റിന്റെ തിയറിയെ ചൂട് പിടിച്ചിട്ട് പറയുകയാണ്, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വിഷയമല്ല, സെക്യൂരിറ്റി വിഷയമല്ല, സേഫ്റ്റി വിഷയമല്ല, ലവ് ആൻഡ് അഫെക്ഷൻ വിഷയമല്ല, അവർക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ തന്നെയാണ് ഒന്നാമത്തെ നീഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് പറയാറില്ല. അതും കൂടി ചേർത്ത് വായിക്കണം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളിൽ ഈ നോർമൽ ചൈൽഡ് ഉണ്ടാകും, ക്രിയേറ്റീവ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ക്രിയേറ്റീവ് ക്ലാസ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത് സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള അബ്രഹാം മാസ്ലോവിന്റെ ഈ തിയറി അനുസരിച്ചല്ല എന്നുകൂടി ഒരു അഭിപ്രായമാണ്. ഓക്കെ. ഒരു നല്ലൊരു പോയിന്റ് ആണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ അതിന്റെ ലാസ്റ്റ് സൂചിപ്പിച്ചത്. ഇത് അബ്രഹാം മാസ്ലോവിന്റെ ഒരു മോഡൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇത് ആ ഒരു മാനം അദ്ദേഹം അതിന് കൊടുത്ത ഒരു മാനം, ആ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള രീതിയിൽ പിന്നെ അദ്ദേഹം കൊടുത്ത ഒരു അഭിപ്രായമാണത്. അത് എല്ലാ സ്റ്റേജിലും അപ്ലിക്കബിൾ ആണോ എന്നുള്ള പൊതുവെ സൈക്കോളജിക്കൽ സബ്ജക്റ്റുകൾക്കൊക്കെ പൊതുവെ ഡിസ്കഷൻ എല്ലാ കാലത്തും അത് ഡിസ്കഷൻ ഉണ്ടാവും. അത് അങ്ങനെയല്ല എന്നിട്ട് വേറൊരു തിയറി അതിനപ്പുറം വരും. സോ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നുമില്ല, സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പല കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം സാർ തന്നെ പറഞ്ഞു, ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റെല്ലാത്തിനേക്കാളും സെൽഫ് എസ്റ്റീമിൽ സെൽഫിനെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും മറ്റു ബേസിക് നീഡ്സിന് അപ്പുറത്ത് പോലും അവർക്ക് ഉണ്ടാവുക എന്നുള്ള ഡിബേറ്റുകളുമുണ്ട്. അത് യോജിക്കാം വിയോജിക്കാം, പലതരം ഡിസ്കഷൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും എന്റെ പോയിന്റ് ഉള്ളൂ. നമ്മൾ ലൈഫ് സ്കില്ലിലേക്ക് വരുമ്പോൾ
നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേമുകളാണെങ്കിൽ പോലും, ഇപ്പം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അടക്കം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടേം ആയിക്കോട്ടെ, സെൽഫ് എന്ന് പറയുന്ന ഒരു ടേം ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു ആന്തരികമായ ഒരു വലിയൊരു മീനിങ്ങിൽ അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സാറൊക്കെ ആഡ് ചെയ്തതുപോലെ പലതരം മാനങ്ങളിൽ, പലതരം പേഴ്സ്പെക്റ്റീവിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാധനം പറഞ്ഞു വെക്കുകയാണ്. പിന്നെ നമുക്കറിയാം ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അടുത്തൊരു പെട്ടെന്നൊന്ന് സ്പീഡാക്കാം, രണ്ടു മൂന്ന് കാര്യം മാത്രം പറയണം. അപ്പൊ റിലേഷൻഷിപ്സ് നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് നമുക്ക് നമ്മളെ ഈ ഭൂമിയിൽ പിറന്നു വീണത് മുതൽ പലതരം മനുഷ്യരുടെ കൈകളാൽ നമുക്ക് ഭക്ഷണം വാരി തന്നത് മുതൽ പലതരം മനുഷ്യരുടെ ഇടപെടലുകളാലാണ് ഇന്നത്തെ നമ്മൾ രൂപപ്പെടുന്നത്. ഇതിലിപ്പോൾ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ചില ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ, സൈക്കോളജി വിഷയങ്ങളിലൊക്കെ. അപ്പോൾ ഈ പലതരം മനുഷ്യരുടെ ഡീല് ചെയ്യുക എന്നുള്ളത് WHO ഒരു ഇതിന് ഈ ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം ഈ 10 ലൈഫ് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നായിട്ട് എണ്ണുന്നത് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. കാരണം ഈ മനുഷ്യരുടെ റിലേഷൻഷിപ്സ് ആണ് എല്ലാ സ്റ്റേജിലും, ഇപ്പൊ ഒരു കരിയർ ഒരു പഠന സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിയിലുള്ള വർക്ക് ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾഡ് സ്റ്റേജിലായിക്കോട്ടെ, എല്ലാ ഭാഗങ്ങളിലും മനുഷ്യരുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ കണക്ഷൻസ് ഒരു വലിയ ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ നിലവിലുള്ള ഇഷ്യൂസ്, നമ്മളിപ്പോ സോഷ്യൽ ഇഷ്യൂസ് കുറെ ആദ്യം ഡിസ്കസ് ചെയ്തല്ലോ, കുറെ ഇഷ്യൂസുകൾ ഉണ്ട്, കുറെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്കറിയാം ഈ പ്രോബ്ലംസിന്റെ ഒക്കെ പിന്നിലുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലത്തിന് ഒരു എഫക്റ്റും ഉണ്ടാവും, ഒരു റിയൽ കോസും ഉണ്ടാവും. എഫക്റ്റ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ട്, ഒരു മകൻ അമ്മയെ കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത വരുമ്പോൾ അതിന്റെ എഫക്റ്റ് ആണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. പക്ഷെ റിയൽ കോസ്, ഇപ്പം അഫാൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ 5 പേരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അപ്പോൾ അത് ഒരു എഫക്റ്റ് നമ്മൾ വായിക്കുകയാണ്. ഒരാള് ക്രൈമാണ് അവിടെ എഫക്റ്റ്. പക്ഷെ എന്താണ് ക്രൈമിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു റിയൽ കോസ് അവിടെ ഉണ്ട്. അപ്പോ ഞാൻ പറയാൻ കാരണം, ഇപ്പൊ അടുത്തായിട്ടുള്ള പല ജേർണലുകളും എഡിറ്റോറിയലൊക്കെ കാണുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം കിടക്കുന്നത് ഈ പറയുന്ന റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ്. ഇപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ വീട്ടിലുള്ള ഒരു ഫാമിലി ബ്രോക്കൺ ഫാമിലീസ് ഒരു വലിയ വിഷയമായി വരുന്നുണ്ട്, അല്ലെങ്കിൽ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സിലുള്ള പ്രശ്നങ്ങൾ വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ. നമുക്കറിയാം ഇപ്പൊ ഫാമിലി ആസ്പെക്റ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരേ വാചകങ്ങൾ തന്നെ ടോണാലിറ്റി മാറുന്ന സമയത്ത് വളരെ ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഒരു കുട്ടി, ഇപ്പം ഒരു പിതാവിനെ സംബന്ധിച്ച് ഒരു മകള് ലേറ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നീ ഇത്ര നേരം എവിടെയാ പോയത് എന്ന് ചോദിക്കുന്നതും, മോള് ലേറ്റ് ആയല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കുന്നതും ഒരേ സംഗതിയാണ് പറയുന്നത്. അതിന്റെ രണ്ട് ടൊണാലിറ്റി, അതിന്റെ ടൂണ് മാറുമ്പോഴത്തേക്ക് അതിന്റെ സാഹചര്യങ്ങൾ മാറുന്നു, അതിലെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇത് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാധാരണ ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു വർക്ക് എൻവയോൺമെന്റിലേക്ക് എത്തുന്ന സമയത്ത്, ആഫ്റ്റർ അവരെ ആ കോഴ്സ് സ്കൂൾ അല്ലെ കോളേജ് എഡ്യൂക്കേഷന് ശേഷം അവരൊരു വർക്ക് എൻവയോൺമെന്റിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരം മനുഷ്യരുമായി ഇടപെടുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായി ഒരാളോട് റിലേഷൻഷിപ്പ് ആ ഒരു എന്താ പറയാ, ഒരു താളം അല്ലെങ്കിൽ ആ ഒരു റാപ്പോ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സണൽ ഡെവലപ്മെന്റിനെയും പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെയും ഒക്കെ അത് എസ്പെഷ്യലി പ്രൊഫഷണലി ആയിട്ടുള്ള ആ വർക്ക് ഡെവലപ്മെന്റിനെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. ആ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, അതിന്റെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നമുക്കറിയാം പലതരം റിലേഷൻഷിപ്സിൽ പലതരം സ്റ്റേജ്, വീട്ടിലുള്ള ഫാമിലി റിലേഷൻഷിപ്സ് ആയിരിക്കില്ല, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്സ് വേറെയാണ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് വേറെയാണ്, നമ്മളൊരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്സ്, ഇങ്ങനെ പലതരം ജീവിത സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. WHO നിരീക്ഷിക്കുന്ന ഇത് പ്രകാരം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ടു എൻഡ് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഘടകമാണ്. നന്നായി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ലൈഫ് സ്കില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലായിട്ട്
പരിചയപ്പെടുത്താണ്. ഇതിന്റെ കൂടെ പറയാനുള്ളത് നമുക്കറിയാം ഇപ്പം പിന്നെ റിലേഷൻഷിപ്സിനെ കൊണ്ട് പറയുമ്പോൾ എല്ലാതരം പിന്നെ സിനിമകളായിക്കൊള്ളട്ടെ എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറെ. ഇപ്പം സുഡാനി ഫ്രം നൈജീരിയയില് ക്ലൈമാക്സ് സമയത്ത് ഈ പറയുന്ന ആഫ്രിക്കൻ എനിക്ക് തോന്നുന്നു നൈജീരിയ ഇതായിട്ടുള്ള ആള് തിരിച്ചു പോകുന്ന സമയത്ത് ഈ പറയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ഒരു ഗ്രാമത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മ്യൂട്ട് ചെയ്യോ ജലീൽക്ക? അപ്പോ ഞാൻ പറയാൻ കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ ഏതോ ഒരു രാജ്യത്തുള്ള ഏതോ ഒരു വൻകരയിലുള്ള പിന്നെ ഇവർക്ക് അറിയാത്ത ഒരു നാട്ടിലുള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിൽ എത്തിപ്പെടുകയും അദ്ദേഹം പിന്നെ ഒരു പരിക്ക് പറ്റി വളരെ യാദൃശ്ചികമായ ഒരു വീട്ടിലെത്തുകയും കുറെ അല്പകാലം ആ മനുഷ്യരോടൊപ്പം സഹവസിക്കുകയും തിരിച്ചു പോകുന്ന ഒരു കഥ. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതോ നാട്ടിലുള്ള ഏതോ മനുഷ്യരുള്ള ഏതോ അനുഭവങ്ങളുള്ള ഏതോ തരം ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന ആ മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ ആ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന നായകന് സൗബിൻ ഷാഹിറും ആ മനുഷ്യനും തമ്മിൽ അനുഭവിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്, ഒരു റാപ്പോർട്ട് ഉണ്ട്. അതാണ് അവര് ആ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇടുമ്പോ സൗബിന്റെ കുറെ സംഗതികൾ ആ മനുഷ്യനിലേക്കും സാമുവലിലേക്കും സാമുവലിന്റെ കുറെ സംഗതികൾ സൗബിനിലേക്കും ഒക്കെ പോകുന്ന ഒരു റിലേഷൻ. ഞാൻ പറയുന്ന മനുഷ്യരുടെ പലതരം റിലേഷൻഷിപ്സിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം റോബിൻ ശർമ്മ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു വലിയ ഒരു സങ്കടപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ഒരു പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷന്. അപ്പോൾ ലോകത്തറിയപ്പെടുന്ന പിന്നെ NRI സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഇദ്ദേഹത്തോട് പറയുന്നത് പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലന്റെ കല്യാണം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ വല്ലാതെ യാത്ര ചെയ്യുന്ന, എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ കുട്ടികളെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പോലും എനിക്ക് സാഹചര്യം കിട്ടിയിരുന്നില്ല, സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് സ്റ്റാഫ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ സമയത്തും എനിക്ക് എൻ്റെ കൂടെ എൻ്റെ മോന്റെ കൂടെ ഒന്ന് ആന കളിക്കാൻ, അവനുമായി ഒരു തമാശ കളിക്കാൻ കഴിയാത്ത ഒരു ട്രോമ എന്നെ ഇപ്പം വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിതപിച്ച ഒരു സംഗതി റോബിൻ ശർമ്മ എഴുതുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം പാരന്റ്സും ചൈൽഡും ഉള്ള ഒരു റിലേഷൻഷിപ്സിൽ പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫ്യൂച്ചർ ലൈഫിലൊക്കെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു. അത്തരം പലതരം ഈ പറയുന്ന റിലേഷൻഷിപ്പിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് WHO സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം ആസ്പെക്റ്റിൽ ഇപ്പം പൊതുവെ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ കോളേജ് സ്റ്റുഡൻസിൽ KDSKന്റെ ഒക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ നന്നായി പിന്നെ പ്രസന്റ് ചെയ്യാം, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ പിന്നെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ ഒരു പിന്നെ സംഗതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ ഉള്ളൊരു സിനാരിയോയിലായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ലൈഫ് സ്കില്ലിലേക്ക് വരുന്ന സമയത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടി വലിയ അർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതിൽ വാക്കുകൾ, വേർഡ്സ്, ബോഡി ലാംഗ്വേജ് എന്നുള്ളത് മാത്രമല്ല, പലതരം ഈ പറയുന്ന പലതരം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ഒരു പിതാവ് മകനോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകട്ടെ, ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് എലമെന്റുകൾ തന്നെയാണ്. അപ്പോ അതില് പിന്നെ നമുക്കറിയാം ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ വേർഡ്സ് മാത്രമല്ല പലതരം ഘടകങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് പിന്നെ മകനും പിതാവും ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെ ടീച്ചറും സ്റ്റുഡന്റും ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ അവരുടെ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നതിലൊക്കെ വലിയ ഘടകമാണ്. അതൊരിക്കലും പിന്നെ ഈ ഒരു ചെറിയൊരു പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഒരു വലിയ അർത്ഥത്തിൽ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മെച്ചപ്പെട്ട ജീവിതം, അല്ലെ നമ്മളുള്ള പ്രശ്നങ്ങളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ ഏറ്റവും എഫക്റ്റീവായി ഡീല് ചെയ്യാൻ വളരെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫ്രെയിം വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്ര ഞാനൊരു 3 ഇപ്പൊ സമയം കുറവാണ്, നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാനോട് കോറായിട്ടുള്ള ഒരു 2-3
ടോപ്പിക്ക് മാത്രം എടുത്തെന്ന് മാത്രം. പിന്നെ അപ്പൊ ഇതും കൂടി പറഞ്ഞ് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്കിങ്ങനെ പോരാം. അപ്പൊ കോഴ്സ് ഓപ്ഷന്റെ സ്ലൈഡ് ഒന്നുകൂടെ കാണിച്ചേ. ഏതാ കോഴ്സ് ഓപ്ഷന്റെ സ്ലൈഡ്? അതിലേക്ക് അത് ഞാൻ പറയാം. ഇതിന് ലാസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്നുള്ളത്. അപ്പോ ഈ ഇത്രയൊക്കെയാണ് 10 ലൈഫ് സ്കിൽസിൽ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ ഇനിയുണ്ട് എംപതി ഉണ്ട്. എംപതി ഒക്കെ ഈ പറയുന്ന സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വലിയൊരു നമുക്കറിയാം സിമ്പതിയും എംപതിയും തമ്മിലുള്ള വ്യത്യാസം മാത്രം പൊതുവെ എംപതിനെ പരിചയപ്പെടുത്തുമ്പോൾ സിമ്പതിയും എംപതിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു പോവാണ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് എംപതി എന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ റിലേഷൻഷിപ്സ് ഓവറോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അർത്ഥപൂർണമായ പിന്നെ പേഴ്സണലി പ്രൊഫഷണലി കരിയറൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാകുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട കഴിവുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന എലമെന്റുകളാണ് ഇതൊക്കെ. ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും ഈ ഒരു ഇതിൽ കാണേണ്ടത്. അവസാനം പിന്നെ കോഴ്സ് ഓപ്ഷനിലേക്ക് വരാം. നിലവിൽ ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കേരളത്തിൽ നമുക്കിപ്പം പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഒരു സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ്. കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ PG ഡിപ്ലോമ ഇൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, അതായത് ഈ ശ്രീധരൻ സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ കീഴിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷത്തെ PG ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ പ്രൊഫസർ മുസ്തഫ സാറുടെ നേതൃത്വത്തിലാണത്. പിന്നെ മെന്റർഷിപ്പിലാണ് ആ പ്രോഗ്രാം ഉള്ളത്. 2 സെമസ്റ്റർ ആണ് വരിക. ഞാനിപ്പോ നിലവിൽ ഇതുമായിട്ട് ലൈഫ് സ്കില്ലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാൻ താല്പര്യം, ഈ പഠനം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മേഖലയെ കുറിച്ച് പഠിച്ച് മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്, അതായത് സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്നുള്ളതല്ല. ലൈഫിൽ നമ്മൾ പ്രാക്ടീസ്, അതായത് റിയൽ ലൈഫിലുള്ള പലതരം സാഹചര്യങ്ങളെ എങ്ങനെ നന്നായി ഡീല് ചെയ്യാം, എങ്ങനെ നന്നായി അതിനെ പിന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ ഒരു റിയൽ പ്രാക്ടീസിങ് ആണ്. ശരിക്കും ഇത് അപ്ലിക്കേഷൻ ആണ്, ഇതൊരു തിയറി പിന്നെ പോർഷനേ അല്ല. അതിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ട്. പിന്നെ 8 സബ്ജക്റ്റിലായിട്ട് 40 ക്രെഡിറ്റ് വരുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്, ഇന്റേൺഷിപ്പും അസൈൻമെന്റും പ്രൊജക്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന. പക്ഷെ എങ്കിൽ കൂടിയും അത് നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമ്മളെ മാറ്റാം എന്നുള്ളതിന്റെ ഒരു പഠനമാണ് അവിടെ നടക്കുന്നത്. അപ്പോ അതിൽ 100 സീറ്റാണ് സാധാരണ എല്ലാ വർഷവും നവംബർ ഡിസംബർ സമയങ്ങളിലാണ് അവിടെ അഡ്മിഷന്റെ സമയം വരാറുള്ളത്. പിന്നെ 100 ആളുകൾക്ക് പിന്നെ 100 മാക്സിമം സ്ട്രെങ്ത് 100 ആണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. അതില് പിന്നെ ഫീസ് വരുന്നത് 4500 ഒരു സെമസ്റ്ററിന്. 2 സെമസ്റ്റർ ആണ് ഉണ്ടാവുക. 4500 വെച്ച് 2 സെമസ്റ്റർ, പിന്നെ 2 എക്സാം ഫീയും വരും. എന്റെ ഓർമ്മയിൽ 1200 രൂപ ഒരു എക്സാം ഫീ വരുന്നത്. ആ സൈറ്റിൽ പിന്നെ നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രണ്ടാമത് വരുന്നത് സ്വയം പ്ലാറ്റ്ഫോമിലാണ്. സ്വയം നിങ്ങൾക്ക് അറിയായിരിക്കും, UGCയുടെ അണ്ടറിൽ ഓൺലൈൻ MOC മോക്കിന്റെ അണ്ടറിലായിട്ട് വരുന്ന ഒരു കോഴ്സാണ് സ്വയം പ്ലാറ്റ്ഫോം. സ്വയത്തിൽ ഉള്ള എനിക്കൊന്ന് 16,000-ത്തിലധികം കോഴ്സുകൾ ഫ്രീ ആയി സൗജന്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയത്തിന്റെ സൈറ്റിൽ കയറിയിട്ട് ഡെവലപ്മെന്റ് ഓഫ് ലൈഫ് സ്കില്ല് അടിച്ചു കഴിഞ്ഞാൽ അതിലൊരു റെക്കോർഡഡ് വേർഷൻ, ഒരു 12 വീക്കിലായിട്ടുള്ള 14 മൊഡ്യൂളാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ മൊഡ്യൂളിലുള്ള ഒരു കോഴ്സും സ്വയം പ്ലാറ്റ്ഫോമിൽ സെയിം മുസ്തഫ സാർ മെന്റർഷിപ്പ് തന്നെയാണ് ആ ഒരു പ്രോഗ്രാമും നടക്കുന്നത്. അപ്പൊ ഈ 2 ഓപ്ഷനാണ് നമുക്ക് ഉള്ളത്. പിന്നെ 40 മൊഡ്യൂളുണ്ട് സ്വയത്തിൽ. 40 മൊഡ്യൂള് 4 ക്രെഡിറ്റ്. അതിൽ 12 വീക്കിലായിട്ടാണ്. അതിന്റെ റെക്കോർഡഡ് വേർഷൻ ആയിരിക്കും നമുക്ക് പിന്നെ സൗജന്യമായി അതിൽ ഇപ്പം ഈ മാസം 31-ാം തീയതി വരെ സമയമുണ്ട്. ഓഗസ്റ്റ് 31 വരെ എൻറോൾ ചെയ്യാനുള്ള സമയം. നിലവിൽ 3200-ഓളം ആളുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതും ഒരു ഓപ്ഷൻ. ഞാൻ കോഴ്സ് ഓപ്ഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു 2 കോഴ്സ് ഓപ്ഷൻ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന സ്വയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സ്വയം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയും ഇപ്പൊ സമയമില്ലാത്ത പ്രശ്നമുള്ള ആളുകൾക്ക്, ഇപ്പൊ ഇതിലാണെങ്കിൽ ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് ആണെങ്കിൽ ഒരു ബ്ലെൻഡഡ് അപ്രോച്ച് ആണ്, ഓഫ്ലൈൻ അല്ല.
എന്നാൽ മുഴുവൻ ഓൺലൈൻ ആയിട്ടല്ല. എല്ലാ വീക്കിലും സെക്കൻഡ് സാറ്റർഡേ സൺഡേ പൊതുവെ ഉണ്ടാകാറ്. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. 2 മണിക്കൂർ വരുന്ന സെഷനാണ് ഉണ്ടാവുക, ആഴ്ചയിൽ 2 ദിവസം. അതുകൂടാതെ ഒരു സെമസ്റ്ററിൽ 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം, റെസിഡൻഷ്യൽ നിർബന്ധം ഇല്ല, 3 ദിവസത്തെ പ്രോഗ്രാം ഒരു സെമസ്റ്ററിൽ 2 ഭാഗങ്ങളായിട്ട് 3 ദിവസം നിൽക്കുന്ന 2 ഓഫ്ലൈൻ പ്രോഗ്രാമും ഉണ്ടാകും. അപ്പോൾ ഓൺലൈൻ തന്നെയാണ് അധികം ഉണ്ടാവുക. ഈ പറയുന്ന 6 ദിവസം ഒരു സെമസ്റ്ററിൽ ഓഫ്ലൈൻ ആയിട്ട് അവിടെ കോളേജിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോഴ്സിനെ പറ്റി. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അറിയാവുന്നത് ഷെയർ ചെയ്യാം. പിന്നെ ഈ സ്വയാണ്, ഈ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. പിന്നെ അപ്പോൾ ഓവറോൾ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. നമ്മൾ ഈ പറയുന്ന ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലതരം ഇപ്പൊ സൊസൈറ്റി ഫോർമൽ എഡ്യൂക്കേഷൻ നിലവിലുള്ള സോഷ്യൽ പ്രോബ്ലംസിനെ കവറപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കാണാൻ പ്രാപ്തമല്ല എന്നുള്ള ഒരു സാഹചര്യം നമുക്കറിയാം, നിലവിലുള്ള ഒരു സാഹചര്യം. അതിൽ കുറച്ചുകൂടി ഒരു ആഡ് ഓൺ ആയിട്ട്, കുറച്ചുകൂടി ഒരു എംപതറ്റിക് ആയിട്ട്, ഒരു മോറൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ, ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനെ നമുക്ക് കണക്കാക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോഴും ഡിസ്കഷൻ, ഇപ്പൊ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിരന്തരം പുതിയ പിന്നെ സംഗതികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു മേഖലയാണ്. ഇപ്പം തന്നെ NEP ഇതൊന്ന് 2030 കൂടിയിട്ടൊക്കെയാണ് പൂർണ്ണമാവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം പോളിസികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്ക് ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ് എന്താണ് എന്നുള്ള രീതിയിലേക്ക് നിലവിലുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ പ്രാപ്തമല്ല എന്നുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആഡ് ഓൺ, ഒരു സോഷ്യൽ വാല്യൂസ്, ഈ പറയുന്ന പ്രോബ്ലംസിനെ ഒക്കെ പിന്നെ അഡ്രസ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ, ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിലാണ് ലൈഫ് സ്കില്ല് പിന്നെ പരിചയപ്പെടുത്തേണ്ടത്. ഞാൻ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പിന്നെ നമുക്കറിയാം അബ്രഹാം ലിങ്കൺ മകനയച്ച കത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ടീച്ചർക്ക്, മകനെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അയച്ച ലെറ്ററിൽ അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ വായിച്ചതായിരിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ കിട്ടിയ 1000 രൂപയേക്കാൾ നല്ലതാണ് അധ്വാനിച്ചുണ്ടാക്കിയ 10 രൂപ, അല്ലെങ്കിൽ പുസ്തക ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ പൂക്കളെ കുറിച്ച്, പൂമ്പാറ്റകളെ കുറിച്ചിട്ടൊക്കെ അവന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും, പിന്നെ ഒരാളെ വഞ്ചിച്ച് നേടുന്ന വിജയത്തെക്കാൾ നല്ലതാണ് തോറ്റുകൊടുക്കലെന്നും, ആൾക്കൂട്ടത്തിന് പിന്നാലെ പോകുന്നതല്ല ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ധീരത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ആ ലെറ്ററിൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, സങ്കടങ്ങളിൽ പുഞ്ചിരിക്കുവാനും പിന്നെ കണ്ണുനീരിൽ സന്തോഷം കണ്ടെത്തുവാനും അവനെ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഒരു രീതിയിൽ അദ്ദേഹം കത്തയക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്കിൽ സാധനം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ, ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷനിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട്, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിലൂടെ മാത്രമേ സോഷ്യലി ഉള്ള ഈ പറയുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു സംഗതി നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുക. ആർക്കെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ പോണെങ്കിൽ നമുക്ക് പോവാം. എന്താണ് എല്ലാരും ഒരു നല്ല സെഷൻ ആയിരുന്നു. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പിന്നെ ഞങ്ങൾ ഏതിലെങ്കിലും ഇട്ടാലും ഉപകാരമായിരുന്നു. കേട്ടില്ല, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒരു നോട്ടാക്കിയിട്ട് ഗ്രൂപ്പിലെങ്കിലും ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, അവിടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ. കോഴ്സിൻ്റെത് പിന്നെ നവംബർ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സ് പിന്നെ നവംബർ ഡിസംബർ ടൈമിലാണ് പൊതുവെ വിളിക്കാറുള്ളത്. പിന്നെ സ്വയത്തിൻ്റെതാണ് ഇപ്പം ഈ മാസം 31 വരെയാണ് എൻറോൾമെന്റ് ഡേറ്റ് ഇപ്പോൾ ഉള്ളത്. സൗജന്യമാണ് കേട്ടോ, സ്വയത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ ഈ കോഴ്സ് സൗജന്യമാണ്. റെക്കോർഡഡ് വേർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം 40 മൊഡ്യൂളിലായിട്ട് 12 വീക്കിൽ ഒരു പ്രോഗ്രാമാണ്. അത് നിങ്ങൾക്ക് തന്നെ സ്വയത്തിൽ ഗൂഗിളിൽ സ്വയം സെർച്ച് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോഴ്സ് ചോദിക്കുന്നുണ്ട്. കോഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് നെയിം അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ക്ലാസിന്റെ റെക്കോർഡ് ഒന്ന് അയക്കാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. ഞങ്ങളിപ്പോ ആദ്യം കേൾക്കുന്നതുകൊണ്ടാ. അത് ശ്രമിക്കാം, പറ്റിയെങ്കിൽ മതി. പിന്നീട് ബന്ധപ്പെട്ടോളാം ഞങ്ങൾ. ഓക്കെ. യൂട്യൂബിൽ സാധാരണ ഉണ്ടാകാറുണ്ട്. അതെന്തായാലും അവര് ചെയ്യായിരിക്കും.
ഇതിന്റെ റെക്കോർഡ് വേർഷൻ ഇടും ഈ ഗ്രൂപ്പിൽ തന്നെ. ഏത് ഗ്രൂപ്പിൽ നിന്നാ കിട്ടിയെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. നിങ്ങളൊക്കെ ഒരു സാർ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, അതിനെ പറ്റിയും കൂടെ എടുക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളെ പൊതുവേ ടേം പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ്, അതേപോലെ ഇമോഷണൽ ബാലൻസ് ഒക്കെ പൊതുവെ നമ്മൾ പറയുന്ന ടേമാണ്. അതിനെ കുറച്ചുകൂടിയും ഇലാബറേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ഇതന്നെയാണ് മീനിങ്. നമ്മളൊരു സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ നമ്മളെ ലൈഫിൽ പലതരം സിറ്റുവേഷൻ, നമ്മൾ പറഞ്ഞല്ലോ പലതരം സാഹചര്യങ്ങളിലൂടെയാണ് പോവുക. അപ്പോ അതിനെ ഒരു സ്ട്രെസ് ഉള്ള സാഹചര്യങ്ങളിൽ പിന്നെ നമ്മളെ ഈ മാനസികമായിട്ടുള്ള ഈ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് മാത്രമല്ല, മറ്റുള്ളൊരു മീനിങ്ങിൽ അതിനെ എങ്ങനെ നമ്മൾ ഡീല് ചെയ്യുന്നു എന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ കുറച്ചധികം പറയുന്നുണ്ടാവും. അതിന്റെ ഓപ്ഷനുകൾ, അതിന്റെ പലതരം പ്രൊസീജിയറുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇമോഷണലി നമുക്കറിയാലോ പലതരം ഇമോഷണൽ മനുഷ്യന്മാരാണല്ലോ. പിന്നെ ഇമോഷണലി ഉള്ള ജീവികളാണല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ പലതരം ഇമോഷണലുകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ആ ഇമോഷൻസിനെ കോപ്പിംഗ് ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതിനെ ഡീല് ചെയ്യാൻ, ഓവറോൾ അതിനെ എഫക്റ്റീവായി അതിനെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളൊരു ഏരിയ ആണത്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ എന്തായാലും ഇത് കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിന്റെ ഒരു പ്രൊഫഷണൽ അതിന്റെ ഒരു എലമെന്റ്സ് കൂടി കിട്ടും നിങ്ങൾക്ക്. താങ്ക് യു സർ. കോഴ്സിനെ പറ്റി പറഞ്ഞതിന് സ്പെഷ്യൽ താങ്ക്സ്. രാത്രിയോ ഒന്ന് ആഡ് ചെയ്യട്ടെ. മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാ? അതായത് ഇമോഷൻസ് ആൻഡ് കോപ്പിംഗ് വിത്ത് പറഞ്ഞതുകൊണ്ടൊന്ന് ആഡ് ചെയ്യാണ്. ഇമോഷൻസിനെ പറ്റി ടോണി റോബിൻസ് ഇങ്ങനെ പറയും, ഇമോഷൻസിനെ കോപ്പ് ചെയ്യേണ്ടതിനെ പറ്റി. അതായത് അദ്ദേഹത്തിന്റെ വാദം ഇതാണ്: ഇമോഷൻസ് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മോഷൻ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഷനിൽ നിന്നാണ്, ചലനത്തിൽ നിന്നാണ് ഇമോഷൻ ഉണ്ടാകുന്നത്. ബോഡി ഉണ്ടാകുന്ന ചലനങ്ങളിൽ നിന്നാണ് ഇമോഷൻ ഉണ്ടാകുന്നത്. ബോഡിക്ക് ഉണ്ടാകുന്ന നിശ്ചലാവസ്ഥ, ചില ഗ്രീഫ് പോലെയുള്ള ഇമോഷൻസ് ഉണ്ടാക്കും. അപ്പം പലപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന നിശ്ചലാവസ്ഥ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണല്ലോ. അപ്പം നമ്മുടെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുന്നതിൽ വലിയ ഒരു പങ്ക് നമ്മുടെ എക്സസൈസിനുണ്ട്, നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ചലനങ്ങൾക്കുമുണ്ട്. എപ്പോഴൊക്കെ ബോഡി ചലിക്കുന്നുവോ അപ്പോഴൊക്കെ പോസിറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മരിച്ച വീട്ടിൽ ആളുകൾ പിന്നെ സൈലന്റ് ആയി, അല്ലെങ്കിൽ ഗ്രീഫ് എന്ന് പറയുന്ന ഇമോഷൻസിലേക്ക് എത്താൻ, ദുഃഖം എന്ന് പറയുന്ന ഇമോഷൻസിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മരണ വീട്ടിൽ ആളുകൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടെ ഇമോഷൻസിനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എന്നാണ് ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് അഭിപ്രായം പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം ഇപ്പൊ ഡോപ്പമൈൻ റിലീസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്തുണ്ടല്ലോ, ഈ എക്സസൈസ് പൊതുവെ അതിനൊരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോ അതായിട്ടൊക്കെ കണക്ട് ചെയ്യാം. എന്തായാലും ഇങ്ങനത്തെ ഒക്കെ ഓരോ സംഗതികൾ വന്നോട്ടെ, എന്നാ നമുക്ക് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യാലോ. കുറെ ആളുകളൊക്കെ ഇതിൽ പറയാതിരിക്കുന്നുണ്ട്. ഹലോ മിസ്, നല്ല സെഷൻ ആയിരുന്നു. നമ്മുടെ ഒത്തിരി കണ്ടന്റ്, അഥവാ ഡാറ്റ റിച്ച് ആയിട്ടുള്ള ഈ കരിയർ സെഷനുകൾ, കരിയർ ഇൻഫർമേഷൻ സെഷനുകൾ യഥാർത്ഥത്തിൽ ഫലപ്രദമാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബ്രിഡ്ജിങ് വേണം. ആ അർത്ഥത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷനാണ്. അതേപോലെ തന്നെ ഇതിന് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ള കുറെ കമന്റുകൾ, കുറെ പറച്ചിലുകളും അതോടൊപ്പം തന്നെ വളരെ വിലപിടിപ്പുള്ളതായിട്ട് തോന്നിയ സംഗതികളാണ്. നല്ലൊരു ഡിസ്കഷനായിട്ട് തോന്നി. ഓക്കെ, താങ്ക് യു മാം. അതേപോലെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ലൈഫ് സ്കില്ലിന്റെ ഒരു പിന്നെ പരിമിതി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരുടെയും കടന്നു വന്ന വഴികൾ, അവരുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, അവരുടെ അറിവുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ഈ 10 ഫ്രെയിം വർക്കിൽ ഈ 10 സ്കില്ലുകൾ ഉണ്ടെങ്കിലും ഇതൊരിക്കലും ഒരു ലെക്ചർ മോഡില് ഇന്നതാണ് സ്ട്രെസ് പിന്നെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാണ് അതിന്റെ പിന്നെ മാനദണ്ഡം എന്ന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു പറയാൻ സാധിക്കില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് വളരെ ഇമോഷണലി അവര് പിന്നെ പലതരം സാഹചര്യങ്ങളിൽ പലതരം പിന്നെ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണ് നമ്മളുടെ ഒരു മോറൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിലൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്
നേരത്തെ പറഞ്ഞ ഈ കോഴ്സ് പഠിക്കുക എന്ന് പറയുന്ന ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു മൊഡ്യൂള് പിന്നെ അതിൽ നന്നായി മാർക്ക് വാങ്ങി എന്നുള്ളത് കൊണ്ട് എക്സാം പാസ്സായി എന്നുള്ളത് കൊണ്ട് ഇതിലും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോഴ്സിൽ. അപ്പോൾ പിന്നെ പാസ്സായി എന്നുള്ളത് കൊണ്ട് ലൈഫ് സ്കില്ല് പഠിച്ചു എന്നോ ലൈഫ് സ്കില്ല് പിന്നെ എന്താണ് ലൈഫ് സ്കില്ല് നേടി എന്നുള്ളതോ അല്ല. ആ ലൈഫ് സ്കില്ല് ഇത് ഓൺലി അപ്ലിക്കേഷൻ ലെവലാണ്. നമ്മുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും ഈ പറയുന്ന ഐഡിയകളിൽ നിന്ന്, കോണ്ടന്റുകളിൽ നിന്ന്. നേരത്തെ പറഞ്ഞ WHO മാത്രമല്ല, യുനിസെഫ് പോലെയുള്ള അല്ലെ മറ്റു പല ഏജൻസികളും ലൈഫ് സ്കില്ലിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പലതരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കില്ലുകളിൽ മാറ്റമുണ്ട്. അപ്പൊ റിജിഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളതല്ല, ബേസിക്കലി ഈ പറയുന്ന സോഷ്യൽ പ്രോബ്ലംസിനെ, നമ്മളുടെ സെൽഫ് പ്രോബ്ലംസിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ഈ ലൈഫ് സ്കില്ലിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടം നമുക്കറിയാം വളരെ ടെക് സേവി ആയിട്ടുള്ള പിന്നെ സ്പീഡ്, ഇപ്പോഴത്തെ ജനറേഷൻ ആൽഫ ജനറേഷനെ കുറിച്ചിട്ടൊക്കെ പൊതുവെ ടീച്ചേഴ്സിനൊക്കെ അറിയാം. അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഈ പറയുന്ന റീലൊക്കെ നമുക്കറിയാം 30 സെക്കൻഡ് 1.5 മിനിറ്റ് ഒക്കെ റീലുകൾ കണ്ടുപോകുന്ന ജനറേഷനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷൻ സ്പാൻ കുറവാണ്. വളരെ ചെറിയ സമയം മാത്രമാണ് അവർ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നുള്ളൂ. അവർ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. മൾട്ടി ടാസ്കിങ് എബിലിറ്റി കൂടുതലുള്ള കുട്ടികളാണ്. അത്തരത്തിലുള്ള പലതരം കഴിവുകളും പലതരം പ്രശ്നങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ പലതരം കഴിവുകളും ഉണ്ട് അവർക്ക്. പലതരം ഇന്റലിജന്റ്ലി അവർ വളരെ പ്രോഗ്രസീവ് ആണ്. അത്തരം കഴിവുകളുള്ള ഒരു സൊസൈറ്റി ആണ് ഇപ്പം നിലവിൽ ഇനി ഡെവലപ്പ് ചെയ്തു വരുന്നത്, അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോറൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രോബ്ലംസിൽ, ഈ സോഷ്യൽ പ്രോബ്ലംസ് ഒരു പരിഹാരം കാണാൻ കഴിയാതെ അവിടെ കിടക്കും എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് കിട്ടേണ്ടതുണ്ട് ഇതിന്റെ കൂടെ തന്നെ. അപ്പം അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടാകട്ടെ ഈ ഒരു സെഷനോട് കൂടി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു സംഗതികൾ നിങ്ങളെ മുന്നിലേക്ക് ജസ്റ്റ് ഇടുകയാണ്. അങ്ങനെയുള്ള ഒരു ചർച്ചകളും അതിന്റെ ഒരു പ്രാധാന്യം, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യമൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ധാരാളം പാരന്റിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നുണ്ട്. കാരണം ജനറേഷൻ ഗ്യാപ്പ് വളരെ ഭീമമായ ഒരു പ്രശ്നമാണല്ലോ. ഇപ്പം കുറച്ചും കൂടി ഏജ്, നമ്മൾക്കിപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ മുന്നിൽ വന്ന് പറയുന്ന ഈ കുട്ടികളെ പ്രശ്നങ്ങളായിട്ട് താതാത്മ്യം, എമ്പതൈസ് ചെയ്യാൻ പലപ്പോഴും നമ്മളെ കാലഘട്ടത്തിലോ നമുക്ക് കേട്ടുകേൾവിയോ ഒന്നും ഇല്ലാത്ത, അപ്പൊ ഈ ഒരു ലൈഫ് സ്കില്ല് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരാളം പാരന്റ്സിന് കാരണം ഇതിങ്ങനെ വർഷം ചെല്ലുന്നതോറും ഈ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്പീഡ് കൂടുകയാണ് കുട്ടികൾക്ക്. അതിനനുസരിച്ച് പാരന്റ്സിന് നമുക്ക് അവരൊപ്പം എത്താൻ പറ്റണില്ല. അപ്പൊ അതിൽ പാരന്റിങ്ങിൽ വരുന്ന ഈ ലൈഫ് സ്കിൽസ് ശരിക്കും ഓരോ വീടുകളിലാണ്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആപേക്ഷികമാണ്. ഓരോ വീട്ടിൽ നിന്ന് സിറ്റുവേഷനിൽ കിട്ടുന്നതാവുമല്ലോ കുട്ടികൾക്ക്. അപ്പൊ അതാണ് പിന്നെ വളർത്തിയെടുക്കേണ്ടതെന്ന് തോന്നുന്നു, അങ്ങനത്തെ കൾച്ചർ. പിന്നെ സിജി ചെയ്യുന്ന പോലെ ഇത്തരം ക്യാമ്പുകളിൽ ധാരാളം അതിന് ബുദ്ധിപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കൂട്ടായ്മകൾ വളർത്തുക, ഇത്തരം ധാരാളം ക്യാമ്പുകളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക, ഇതിലെ ശ്രോതാക്കളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോ തീർച്ചയായിട്ടും പിന്നെ അത്തരത്തിലുള്ള അപ്രോച്ച് ഉണ്ടാകുന്നുണ്ട് ഓരോ വീട്ടിൽ നിന്നും. പാരന്റിങ്ങിലും പിന്നെ പാരന്റിങ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബ്രോക്കൺ ഫാമിലി അല്ലെ പാരന്റിങ്ങിലെ പ്രശ്നങ്ങൾ നിലവിലുള്ള സൊസൈറ്റിയുടെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നല്ല പിന്നെ ജേണലുകളൊക്കെ വരുന്നുണ്ട് പല ഇതിലും. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം പുതിയ ടെർമിനോളജി ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ പല ടേംസുകളും, സിഗ്മ, മെയില്, റെഡ് ഫ്ലാഗ്, പല വാക്കുകൾ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത, പിന്നെ അറിയില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത്തരത്തില് പിന്നെ അവരുമായിട്ട് ഇപ്പം മാം പറഞ്ഞ പോലെ കുറച്ച് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ ലൈഫ് സ്കില്ലിന്റെ പ്രസക്തി കൂടുകയുള്ളൂ ഇനിയുള്ള ജനറേഷനിൽ. അത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പ്രസക്തി കൂടുന്നേ ഉള്ളൂ. ഏതായാലും ഈ സെഷനിൽ നിങ്ങൾ എല്ലാവരുടെയും ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ തോന്നുന്നു. ഒന്ന്, നമ്മള് ഈ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ പ്ലാറ്റോയുടെ കാലത്ത് തന്നെ ഈ കുട്ടികളൊന്നും ജീവിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ എന്ന് പറയുന്നതിന്റെ ലേഖനങ്ങൾ പ്ലാറ്റോയുടെ കാലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് വളർന്നു വരുന്ന ഒരു സമൂഹം എപ്പോഴും ഇളം തലമുറയെ അവർക്ക് എന്നുള്ള ഒരു ഉൾഭീതി എപ്പോഴും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവും. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ പാരഡൈമിൽ നിന്നുകൊണ്ട് വേണം ഈ ലൈഫ് സ്കില്ലിനെ പോലും നമ്മൾ സമീപിക്കാൻ.
രണ്ടാമത്തെ കാര്യം, ഹൗസ് ദെയർ ബോഡീസ് നോട്ട് ദെയർ സോൾസ് എന്ന് ഖലീൽ ജിബ്രാൻ പറയുന്നത് വെറുതെ അല്ല. ഹൗസ് ദെയർ ബോഡീസ് നോട്ട് ദെയർ സോൾസ് എന്ന് പറഞ്ഞാല് ദേ ആർ ദ ബൗസ് ആൻഡ് യു ആർ ദ ബൗസ് ആൻഡ് ദേ ആർ ദി ആരോസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വില്ലാണ്, അവരമ്പാണ്. നിങ്ങൾ പിന്നോട്ട് മാറുക, അവർ മുന്നോട്ട് കുതിക്കേണ്ടവരാണ്. ഇതൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കാലത്തിന്റെയും പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും പുതിയ സാമൂഹിക സാമ്പത്തിക അന്താരാഷ്ട്രീയ പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ പുതുമയിലേക്ക് പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ എന്നൊരു ബോധം നമുക്ക് വേണം. നമ്മൾ പിന്നോട്ട് വലിഞ്ഞിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ റിജിഡ് മെന്റാലിറ്റി നിന്നിട്ട് കുട്ടികൾക്ക് ലൈഫ് സ്കിൽ ഇല്ല. പക്ഷെ അതേസമയം ഇൻസിഡൻസ് ഓഫ് എന്താ പറയുക ക്രൈമൊക്കെ കൂടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് എക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കാലത്ത് അത് കുറച്ചുകൂടി വ്യാപകമായി അറിയിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ആശങ്ക ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു പ്രധാന പ്രശ്നം കുടുംബത്തിലാ വേണ്ടി എന്ന് പറഞ്ഞു. കുടുംബത്തിൽ ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു നേരത്തെ കിട്ടിയിരുന്നത്? നേരത്തെ കിട്ടിയിരുന്ന പശ്ചാത്തലം, കൂട്ടുകുടുംബങ്ങളിൽ ഒരുപക്ഷെ അമ്മ വഴക്ക് പറഞ്ഞ കുട്ടിയെ അമ്മമ്മ സാന്ത്വനിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ ഓവറായിട്ട് ഫോണ്ടിൽ ചെയ്യപ്പെട്ട കുട്ടിയെ അച്ഛൻ ഒന്ന് കൺട്രോൾ ചെയ്യുമായിരുന്നു. അവിടെ ഒരു സമ്യക്കായ രീതിയിൽ കുട്ടികളുടെ വൈകാരികമായ വളർച്ചയെ സ്വാധീനിക്കുന്ന തരത്തിൽ കുടുംബത്തിലെ ഘടകങ്ങൾ പങ്കെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവിടെ എന്താണ് മറ്റൊരു കാര്യം, പണ്ടൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വളരെ കുറഞ്ഞതായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്, കുടുംബം, അയൽപക്കം, വിദ്യാലയം, ഇതിനപ്പുറത്തേക്ക് വലിയൊരു സമൂഹത്തിലേക്ക് കുട്ടികൾക്ക് ആക്സസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്കെല്ലാം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എത്ര പേര് ഇപ്പോൾ സിഗ്മ എന്ന് പറയാറുണ്ട് ഗുഡിന് പകരം? പൂക്കി എന്നുള്ള വാക്ക് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ചില്ലും വൈബ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവരുടെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പുതിയ പുതിയ വാക്കുകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ്. പണ്ടൊക്കെ നമ്മൾ കൊക്കുരും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കുറെ വാക്കുകളാണ്. ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നൊക്കെ തന്നെ കടമെടുത്ത വാക്കുകൾ കൊണ്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുമായിട്ട് അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്യാണ് മുതിർന്ന തലമുറക്ക്. അപ്പൊ അത് ഓക്കെ സാർ, താങ്ക് യു. നിങ്ങളെ ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി കണക്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ എല്ലാവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ യൂനിസ് വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി എന്നാണ് വയലാറിന്റെ അച്ഛന്റെ ആത്മാവിലെ ചിത പറയുന്നത്. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി തന്നെ. വെൻ there is no action, when there is no motion, there is no emotion. സാറിന്റെ ആ ഒരു സംഗതിയോടും കൂടി നമുക്ക് സമയം, എനിക്ക് പ്രശ്നമില്ല, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഫോർമൽ ടൈം കഴിഞ്ഞു, ഞാൻ വളരെ വൈകിയാണ് ജോയിൻ ചെയ്തത്. ബെസ്റ്റ് വിഷസ്. A word of compliment from me, Afsar Babu. ലാസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യം എന്ന് പറഞ്ഞല്ലോ, അടിവരയിടാണ്. റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ചാണ് ഇപ്പോൾ ഉള്ളത് ഫാമിലിയിലും സ്കൂളിലും സൊസൈറ്റിയിലും. അതിൽ നിന്നും വാല്യൂ ബേസ്ഡ് അപ്രോച്ചിലേക്ക് ഈ 3 തലത്തിലും നമ്മൾ മാറുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് പുതിയൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു ഘടകം, നിങ്ങളുടെ വിപുലമായ വായനയുടെയും ചിന്തയുടെയും ജീവിത സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സുന്ദരമായി താളാത്മകമായി ഇതിനെ പല തരത്തിലേക്ക് കണക്ട് ചെയ്ത് ഈ വിഷയത്തെ, സൈക്കോളജി ലൈഫ് സ്കിൽ എന്ന കടുകട്ടിയായ വിഷയത്തെ വളരെ ലളിതമായി നിങ്ങൾ അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒരുപാട് കഴിവുകളുണ്ട്, കൂടുതൽ ഉയരങ്ങളിലേക്ക് അത് ഉയരട്ടെ, സമൂഹത്തിനും കൂടുതൽ ഗുണകരമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ നമുക്ക് പിന്നെ എങ്ങനെയാണ് തുടർന്ന് ആരെങ്കിലൊക്കെ പറയാനുണ്ടോ? നമുക്ക് അവസാനിപ്പിക്കണോ? എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഇതില്? പിന്നെ സിജി, ഇവര് ഹോസ്റ്റ് ഇതിലില്ലേ ലൈനില്? ഉണ്ട്. അങ്ങനെ ടൈം പ്രശ്നമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 10:45 വരെയൊക്കെ മീറ്റിംഗ് കൊണ്ടുപോകാം. അപ്പോ ഓവറോൾ ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞതിൽ, ഇപ്പം ഇസ്മായിൽ സാറൊക്കെ പറഞ്ഞതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാണ്. പിന്നെ പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് എല്ലാ ജനറേഷനും പലതരം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു.
ഇപ്പം മുൻ ജനറേഷനിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇപ്പോൾ ഉള്ള ജനറേഷന് പ്രോബ്ലംസ് ഉണ്ട്. അതേസമയം തന്നെ എല്ലാ ജനറേഷനും കുറെ കഴിവുകളും കുറെ എബിലിറ്റികളും ഉണ്ട്, കുറെ പിന്നെ എക്സ്ട്രാ സ്കില്ലുകളൊക്കെ ഉണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ ഡിഫൈൻ ഖലീൽ ജിബ്രാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യാണ്, നമ്മളുടെ കുട്ടികളെ നമ്മളെ പോലെ വളർത്തരുത്, പറ്റുമെങ്കിൽ നമ്മൾ അവരെ പോലെ ആവുക എന്ന് പറയുന്ന ഒരു കോട്ടുണ്ടല്ലോ. നമ്മളെ കുട്ടികളെ പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ അവരെ പോലെ ആവുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മളെ പോലെ അവരെ ആക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്മായിൽ സാർ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ആഡ് ചെയ്തതാണ് അതിന്റെ കൂടെ. അപ്പം അവര് നല്ല മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള വളരെ കഴിവുകളുള്ള സ്പീഡായി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ജനറേഷൻ ആണ്. അപ്പൊ അവരെ ആ രീതിയിൽ പിന്നെ പൊതുവേ ഉള്ളൊരു നറേഷൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രശ്നമാണ്, ഇപ്പോഴത്തെ സൊസൈറ്റി പ്രശ്നമാണ്, ഇപ്പോഴുള്ള എല്ലാവരും പ്രശ്നം. ആ ഒരു നെഗറ്റീവ് സെൻസിലിന് അപ്പുറത്തേക്ക് എങ്ങനെ നിലവിലുള്ള ഒരു പിന്നെ എഡ്യൂക്കേഷനിൽ, നിലവിലുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ കൂടെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള നമ്മളെ അഫ്സർ സാറൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനും കൂടി ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പിന്നെ ജീവിതം രസകരമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സെഷനിൽ കോർപ്പറേറ്റ് ചെയ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ വിലയേറിയ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത എല്ലാവർക്കും പിന്നെ ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ്. എന്നാൽ അവസാനിപ്പിക്കാം എന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ സാർ, ഈ ഒരു സെഷന്റെ വീഡിയോ സിജിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സാറിനോടൊരു വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു ഇത്. എല്ലാവരുടെ അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരുടെ സംശയങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടും എന്താ പറയുക, ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. മുസഫിർ സാറിനും മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ എല്ലാ വ്യക്തികൾക്കും, മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട ആളുകൾക്കും ഞാൻ എൻ്റെ സിജിയുടെ ഭാഗത്ത് നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു സർ ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദിസ് സെഷൻ. വളരെ ഉപകാരപ്രദമായ ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് മെല്ലെ അവസാനിപ്പിക്കാം. സാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. Musawir sir, please show your face on camera. I want to take a screenshot just to post it on our, Kerala University. Musawir sir. Sorry sir. Yeah, that's all. Thank you. സാർ എന്താ ചെയ്യണമെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാന് നിലവില് ലൈഫ് സ്കിൽ ട്രെയിനർ ആണ്. ഞാനിപ്പോ അഫ്സർ സാർ ഞാനൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ നിലവില് KDSKന്റെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ KDSKന്റെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ ഉണ്ട്. ട്രെയിനറാണ് നിലവില്. പിന്നെ കരിയർ മേഖല ഇപ്പൊ സിജി റിസോഴ്സ് പേഴ്സൺ, സിജി കരിയറുമായിട്ട് ബന്ധപ്പെട്ട സെഷനും ചെയ്യലുണ്ട്. ഒരുപാട് നല്ല ആഴത്തിലുള്ള ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പ്രസന്റേഷന് എന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നാ ശരി, നമുക്ക് എൻഡ് ചെയ്താലോ? ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു.